അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ മക്കളോ, ഗൈഡോണിൻ്റെ പൊതുപരീക്ഷ തീവ്ര പരിശീലന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലിസാണിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. പേരെന്താണ്? സെക്കൻഡ് യൂണിറ്റിൻ്റെ പേരെന്തേനു? വെരി ഗുഡ്. യഖ്ല ജുനൈദുൻ. ജുനൈദ് ഉണർന്നു. യഖ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണർന്നു. ജുനൈദുൻ, ജുനൈദ് ഉണർന്നു. ഓക്കെ, വെരി ഗുഡ്. യഖ്ല ജുനൈദുൻ, ജുനൈദ് ഉണർന്നു. ഓക്കെ, ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് മാളി, എന്താണ് മുളാരി. ഈ പാഠം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് മാളി, എന്താണ് മുളാരി. എല്ലാവരും റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ്. നോക്കൂ, മാളി മുളാരി മനസ്സിലാക്കാൻ സ്ഥലത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ക്ലാസ് കേട്ടോണ്ടിരിക്കല്ലേ? നോ അല്ലേ? നോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ലേ? ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ അല്ലേ? അപ്പം ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുട്ടീനെ നിങ്ങൾക്ക് കാണാം. ആ കുട്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ കുട്ടിക്ക് ഞാനിപ്പോൾ എന്തായി സ്കൂൾ വിട്ട് ഇങ്ങനെ വന്നു അല്ലേ? ഇതാ സ്കൂൾ വിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ഇരുന്ന് പഠിച്ചാണ്. ഇനി ഇൻഷാ അല്ലാഹ് എനിക്ക് എന്താണ് ഇന്ന് രാത്രി ബെഡിൽ പോയിട്ട് കടന്നുറങ്ങണം എന്നാൽ കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ കുട്ടി ഇവിടെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ എന്തായി സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വന്നു അല്ലേ? ഇനി ഇൻഷാ അല്ലാഹ് കുറച്ചിട്ട് ഞാൻ പോയി കടന്നുറങ്ങും അല്ലേ? അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ മാളി എന്ന് പറയാം അല്ലേ? സ്കൂൾ വിട്ട് വന്നിട്ട് വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. ആ സമയത്താണ് കഴിഞ്ഞു പോയ സ്കൂൾ വിട്ട് വന്ന കാര്യം ആലോചിക്കണത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോഴാണ് നമ്മൾ മാളി ഉപയോഗിക്കുക. അഥവാ ഞാൻ സ്കൂൾ വിട്ട് വന്നു, എന്നിട്ട് ഞാൻ ചായ കുടിച്ചു, എന്നിട്ട് ആ ഉമ്മാനെ കണ്ടു അല്ലേ? നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ മാളി ഉപയോഗിക്കുക. അതുപോലെ ഇപ്പോൾ ആ കുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഇപ്പോൾ കുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കാര്യം. അതുപോലെ ഇനി ഭാവിയിൽ, ഇനി വരാനിരിക്കുന്ന കാര്യം അല്ലേ? ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്നു, കിടന്നുറങ്ങും അല്ലേ? ചെയ്യുന്നു, ചെയ്യും. അങ്ങനെ ആവുമ്പോൾ ഫീല് മുളാരി എന്നാണ് പറയാം. അതുപോലെ തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ മുളാരി. ഇപ്പോൾ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ മുളാരിയാണ്. ഇനി എന്താ ടോപ്ലെസ് വാങ്ങും, അപ്പം എന്താണ്? മുളാരിയാണ്. ഞാൻ ഗൈഡ് ഓണിലേക്ക് ചേർന്നു അല്ലേ? ചേർന്നുണ്ടല്ലോ ഇപ്പം ക്ലാസ് ആയിട്ടേ ചേർന്നു, ഇപ്പം മാതിയാണ്. ഇപ്പം ചേർന്നു കഴിഞ്ഞ കാര്യമാകുമ്പോൾ മാതിയും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് മുളാരിയും, ഇനി വരാനിരിക്കണം മുളാരിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അറബിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലിസാനിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകണ ഒരു രണ്ട് ഭാഗമാണ്. പക്ഷെ നമ്മൾ പൊതുപരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നോക്കുക കേട്ടോ. എന്താ മാലി? നമ്മൾ ഈ പറയുന്നത് അറബിയാണ്. കലിമത്തിന് ഒരു പദമാണ്. തദുല്ലു അല ഉദൂസ് ഫീലിൻ ഫി സമാനിൽ മാലി. കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു പദത്തിനാണ് മാലി എന്ന് പറയാം. കലിമത്തിന് ഒരു കലിമത്താണ്. തദുല്ലു, അതറിയിക്കുന്നു അല്ല ഉദൂസ് ഫീലിൻ, ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇതാ വീട്ടിലേക്ക് വന്നു, ചെയ്തു, ചായ കുടിച്ചു അല്ലേ? ഒരു പ്രവർത്തനം ഉണ്ടായതിൻ്റെ മേൽ അറിയിക്കുന്നു. എപ്പോ? ഫി സമാനിൽ മാലി, കഴിഞ്ഞ കാലഘട്ടത്ത് അല്ലേ? കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടായതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു പദത്തിനാണ് ഫീൽ മാലി എന്ന് പറയുന്നത്. അല്ലെ? ഇപ്പം തന്നെ നമുക്ക് പഠിക്കാം. കലിമത്തോൻ തദുല്ലു അല ഹുദൂസ് ഫീലിൻ. ഫീൽ എന്ന് പറയുന്ന പ്രവർത്തനം ഉണ്ടാവുക അല്ലേ? ഫി സമാനിൽ മാലി, കഴിഞ്ഞ കാലഘട്ടത്തിൽ. എന്നാൽ ഫീല് മുളാരി എന്ന് പറഞ്ഞാൽ എന്താണ്? മുളാരി എന്താണ്? കലിമത്തുൻ ഒരു പദമാണ്. തദുല്ലു അലാ ഹുദൂസ് ഫീലിൻ, ആ ഒരു പ്രവർത്തനം ഉണ്ടായതിൻ്റെ മേലെ അറിയിക്കുന്നു. എപ്പോഴാണ്? ഫിൽ മുസ്തഖബിൽ, ഫ്യൂച്ചർ, ഭാവിയിൽ, വരാനിരിക്കുന്ന കാലഘട്ടത്തിലോ അവലെ ഹാരി, അല്ലെങ്കിൽ ഇപ്പോഴോ അല്ലേ? ഒന്നല്ലെങ്കിൽ ഇപ്പോഴോ. മുസ്തഖബിൽ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലത്തിൽ. ഹാൽ പറഞ്ഞാൽ ഇപ്പോൾ. മുസ്തഖബിൽ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലം. ഹാലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ. മുസ്തഖബിൽ എന്ന് പറഞ്ഞാൽ വരാനിരിക്കണ കാലം അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്ന കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ മുളാരിയാണ് അതിനെപ്പറ്റി എന്താ പറയുക? മുളാരി എന്നാണ് പറയുക. ഓക്കെ, അപ്പം മാലി എന്താ മുളാരി എന്താന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? എന്നാൽ എങ്ങനെയാണ് അറബിയിൽ നമുക്ക് മാലി മുളാരി ഉണ്ടാക്കുക? ഉദാഹരണം, ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ മാലി ഉണ്ടാക്കാൻ ചെയ്തു അല്ലേ എന്ന് പറയാം. അതുപോലെ ചായ കുടിച്ചു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു അല്ലേ? ഇതിൻ്റെ മുളാരി എങ്ങനെ മലയാളത്തിൽ തന്നെ ഉണ്ടാക്കുക? പറ.
ചെയ്തു എന്നുള്ളതിൻ്റെ മുലാരി അഥവാ ഭാവിയിൽ നമ്മളെങ്ങനെ പറയാം? ചെയ്യും അല്ലേ? ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നു അല്ലെ? രണ്ടർത്ഥമുണ്ട് മുലാരിക്ക്. കാരണം മുസ്തഖബിലിൻ്റെ അർത്ഥമുണ്ട്, ആളിൻ്റെ അർത്ഥമുണ്ട്. ഇപ്പോഴുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ചെയ്യുന്നു എന്ന് പറയാം. ഇനി ഭാവിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചെയ്യും എന്ന് പറയാം. രണ്ടർത്ഥമുണ്ട്. കുടിച്ചു അല്ലേ? മുലാരി എങ്ങനെയാക്കുക? കുടിക്കും, കുടിക്കുന്നു. വന്നു മുലാരി എങ്ങനെയാക്കുക? വരും, വരുന്നു അല്ലേ? അങ്ങനെയല്ല ആക്കുക. വെരി ഗുഡ്. എന്നാൽ ഇതാ ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ള അർത്ഥം കിട്ടും. അതിന് എന്താണെങ്കിലും ഇപ്പം ജലസായിരുന്നു എന്നാണ്, അതിൻ്റെ ഒപ്പം ഒരു യാ ചേർത്ത് കൊടുത്ത് നോക്കി. യജിലിസോ കത്തബ എഴുതിയാണ്, അതിൻ്റെ കൂടെ ഒരു യാ ചേർത്തി കൊടുക്കൂ, യാ ചേർത്തി കൊടുക്കൂ. ഇത്രേ ഉള്ളൂ അല്ലേ? ഇപ്പം വായിച്ചു എന്നാണ്. ഇനി വായിക്കുന്നതാക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒരു യാ ചേർത്തി കൊടുത്ത് നോക്കി. തലക്ക് കറാൻ്റെ മുമ്പ് ഇവിടെ യാ ചേർത്തി കൊടുക്കി. എന്താ പറയാ? യഖ്റഊ വായിക്കും, വായിക്കും അല്ലേ? അപ്പം ഈ ഫസ്റ്റത്തെ കള്ളി മാലിയാണ്, രണ്ടാമത്തെ കള്ളി മുലാരിയാണ്. ഇനി ശ്രദ്ധിക്കുക, പൊതുപരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരിക? മാലി മുലാരി വേർതിരിക്കാൻ പറയും. ഇപ്പം മാലിയാണോ മുലാരിയാണോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിന് കുറച്ച് അടയാളങ്ങൾ കണ്ടോളി. ഫസ്റ്റ് മനസ്സിലാക്കുക, മാലിൻ്റെ തുടക്കത്തിലൊക്കെ ഫത്തഹായിരിക്കും. മാലിൻ്റെ അവസാനത്തിൽ ഫത്തായിരിക്കും. എപ്പോഴും മാലിൻ്റെ അവസാനം ഫത്തായിരിക്കും. അതുകൊണ്ട് ഇവിടെ നോക്കി ഫഅല. പക്ഷെ മുലാരിൻ്റെ അവസാനം ലൊമ്മായിരിക്കും. നോക്കൂ, മുലാരിൻ്റെ അവസാനം ലൊമ്മായിരിക്കും. മാലിൻ്റെ അവസാനം ഫത്തായിരിക്കും, മുലാരിൻ്റെ അവസാനം ലൊമ്മായിരിക്കും. ഇവിടെ നോക്കി കറ ആ ഉണ്ടോ? ആ. മുലാരി നോക്കൂ നിങ്ങൾ, എക്കുറ ഊ ഊ അല്ലേ? അല്ലേ? ഒരു അടയാളം നമുക്കത് പറയാം. മാലിൻ്റെ എപ്പോഴും ഫസ്റ്റ് ഫത്തായിരിക്കും, അവസാനം ഫത്തായിരിക്കും, മുലാരിൻ്റെ അവസാനം ലൊമ്മായിരിക്കും. അതേപോലെ തന്നെ മുലാരിൻ്റെ തുടക്കത്തിൽ യാ ഉണ്ടാവും അല്ലേ? മുലാറിൻ്റെ തുടക്കത്തിൽ യാ ഉണ്ട്, പക്ഷെ മാലിൻ്റെ തുടക്കത്തിൽ യാ ഒന്നും കാണില്ല അല്ലേ? ഓക്കെ. ഇതാ നമുക്ക് പാഠഭാഗത്തുള്ള ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. യക്കല ജുനൈദുൻ മിനൻ നൗമി മുബക്കിറൻ ഖബ്ലൽ ഫജ്ർ. ജുനൈദ് ഉറക്കിൽ നിന്ന് നേരത്തെ സുബഹിക്ക് മുമ്പ് എണീറ്റു അല്ലേ? ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഖബ്ൽ എന്ന് പറഞ്ഞാൽ മുമ്പ്, മുബക്കിർ എന്ന് പറഞ്ഞാൽ നേരത്തെ. ജുനൈദ് ഉറക്കിൽ നിന്ന് നേരത്തെ പ്രഭാതത്തിന് മുമ്പ് ഉണർന്നു. വജലസ, ജലസ എന്താ? ഇരുന്നു. അലൽ ഫിറാഷി, വിരിപ്പിൻ്റെ മേലിൽ, ബുർഹത്തൻ, അല്പസമയം, അല്പം വിരിപ്പിൻ്റെ മേലിരുന്നു അല്ലേ? നമ്മളൊക്കെ ഉറക്കലിൽ നിന്ന് എണീറ്റാൽ കുറച്ചെന്താ വിരിപ്പിൻ്റെ മേലിൽ ഇരിക്കും. ഇവിടെ നോക്കുക നിങ്ങൾ, എക്കല ഉണർന്നു എന്നാ പറഞ്ഞ അപ്പോൾ മാലയാണ്. ജലസ ഇരുന്നു എന്നാ പറഞ്ഞ അപ്പോൾ മാലയാണ്. വദഖല ഫിൽ ഖലാഇ, അങ്ങനെ ജുനൈദ് ബാത്റൂമിൽ പ്രവേശിച്ചു. മുഖദ്ദിമൻ റിജ്ലഹുൽ യുസ്റ, അവൻ്റെ ഇടതുകാലം മുന്നടിച്ചുകൊണ്ട് അവൻ ബാത്റൂമിൽ പ്രവേശിച്ചു. വഖറജ മിനൽ ഖലാഇ, അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. ബാത്റൂമിൽ നിന്ന് ഹറജ, പുറത്തേക്ക് വന്നു. മുഖദ്ദിമൻ റിജ്ലഹുൽ യുംന, എൻ്റെ വലതുകാലം മുന്നടിച്ചുകൊണ്ട്. തദക്കർ ഓർക്കുക. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കിതാബിൽ പറഞ്ഞ എക്കിള ഉണർന്നു, കാല പറഞ്ഞു, അയ്യ ചോദിച്ചു. ഇവിടെയൊക്കെ നോക്കി ഫത്താട്ട് ലാസ്റ്റ് അല്ലേ? ജലസ കാമ അല്ലേ? നിന്നു, പ്രവേശിച്ചു, കാല നിർവഹിച്ചു, ഹറജ പുറപ്പെട്ടു, തഅല്ലമ പഠിച്ചു. ഇതൊക്കെ മാലിയായ ഫീലുകളാണ്. യക്കൂലു യദക്കുറു, യക്കൂലു പറയുന്നു, യദക്കുറു ചൊല്ലുന്നു, അതൊക്കെ മുലാരിയായ ഫീലുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലത്താണെങ്കിൽ മാലി എന്ന് പറയാം, ഇനി വരാനിരിക്കുന്ന കാലത്താണെങ്കിൽ മുലാരി എന്ന് പറയാം. അതെങ്ങനെ ഇതിന് മനസ്സിലാക്കണ്ടോ? ഇവിടെ യാൻ്റെ തുടക്കത്തിൽ പിന്നെ അവസാനം പൊതുപരീക്ഷയ്ക്ക് ഒരു വാക്കർത്ഥങ്ങൾ എഴുതാൻ, അപ്പോൾ അത് നമുക്ക് കിട്ടണം. ഹഫറ എന്താ? ഹഫറ കൊഴിച്ചോ. വെരി ഗുഡ്. മിന്തിയിൽ പറഞ്ഞാലോ? മിന്തിയിൽ. വെരി ഗുഡ്. ടവൽ. ബിദ്ലത്ത് റസ്മിയ യൂണിഫോം. ബിർ എല്ലാവർക്കും അറിയാം, കിണർ. ഇർഹമു പറഞ്ഞാൽ എന്താ? കാരുണ്യം കാണിക്കുക. സൂക്ക് എന്താ? സൂക്ക് അങ്ങാടി. മുഅദ്ദിൻ എന്താ? മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ആൾ അല്ലേ? ഇത് ഒക്കെ നമ്മൾ ഉഷാറായിട്ട് പഠിക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പൊതുവെ വരാൻ പോകുന്ന പൊതുപരീക്ഷയ്ക്കും സിമ്പിളായിട്ട് നേരിടാൻ പറ്റും. എന്തായാലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. 2023 ക്വസ്റ്റ്യൻ പേപ്പർ. നഖ്താർ ബിൽ മുനാസബ, യോജിച്ചത് കൊണ്ട് ചേർക്കാം. അത്തഅല്ലമു, ഞാൻ പഠിക്കുന്നു അല്ലെ? അത്തഅല്ലമു, ഞാൻ പഠിച്ചു. അതേതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അല്ലേ? ഇത് മാലിയാണോ മുലാരിയാണോ?
മാലയാണ് മുലാര. ജാമിദ് ഏതായാലും അല്ല, മാലയാണ് മുലാരാണ്. എങ്ങനെ മനസ്സിലാക്കാം? ഉസ്താദ് പറഞ്ഞു മാലയാണെങ്കിൽ അവസാനം എന്തുണ്ടാവും? ഫത്ത ഉണ്ടാവും. മുലാരാണെങ്കിൽ അവസാനം ലൊമ്മുണ്ടാവും. ഇവിടെ നോക്കി നിങ്ങളെ, അവസാനം ലൊമ്മാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? മുലാരയാണെന്ന് പറയാം കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾ പറയണം കേട്ടോ. നൂസിൽ ബിമായി യുനാസിബ് യോജിച്ച് കൊണ്ട് ചേർക്കാം. എൽബസ് നൗഫുലൻ ബിദ്ലത്തൻ ഡാഷ്. ഏതാ വരിക? റസ്മിയ അല്ലേ? ബിദ്ലത്തൻ റസ്മിയ. 2021 ക്വസ്റ്റ്യൻ പേപ്പർ. മാലയാണോ മുലാരാണോ വേർതിരിക്കാൻ. ഈ മാലയാണോ മുലാരാണോ വേർതിരിക്കാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഒരു 6 മാർക്ക് മുതൽ 10 മാർക്ക് വരെ ഉണ്ട്. അതുകൊണ്ട് നോക്കൂ കേട്ടോ. നിങ്ങൾ പറയണം കേട്ടോ, മാലയാണോ മുലാരാണോ. സുഖമാണ്. ഉസ്താദ് പറഞ്ഞ ആ ഐഡിയ ഉപയോഗിച്ചാൽ മതി. അബ അബ ദാ 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 എന്നാണ് ലാസ്റ്റ് ഫത്താണ്. അപ്പോൾ ഏതാ വരിക? ഫത്താകുമ്പോൾ വെരി ഗുഡ്, മാലയാണ് അല്ലേ. യുസല്ലിമു അവസാനം ലൊമ്മാണ്, പിന്നെ ഫസ്റ്റ് യാവുണ്ട്. ഇപ്പം ഏതാ വരിക? വെരി ഗുഡ്, മുലാരിയാണ് അല്ലേ. യക്റഉ ഫസ്റ്റ് യാവുണ്ട്, അവസാനം ലൊമ്മും ഉണ്ട്. ഏത് വരെ പറ? മാല മുലാരിയ പറ. വെരി ഗുഡ്, മുലാരിയാണ് അല്ലേ. തോല അവസാനം ഫത്തഹാണ്. ഇപ്പം ഏതാ വരിക? മാലയാണ് അല്ലേ. ജ മാല മുലാരിയ. വെരി ഗുഡ്, മാലയാണ് അല്ലേ. മാല മുലാരിയ. മുലാരിയാണ് അല്ലേ. വെരി ഗുഡ്. 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. അതന്നെ കണ്ടോ, എല്ലാ പേപ്പറിലും അങ്ങനെ ഉണ്ട്. മാലി മുലാരി വേർതിരിക്കാണ്ട്. എൽബസു സു വെരി ഗുഡ്, മുലാരിയാണ്. കണ്ടോ, ലൊം വന്നാൽ മുലാരിയാണ്. കാല മാലയാണ്. ദഹല മാലയാണ്. യക്കുത്തുബു ലൊം വന്നാൽ മുലാരിയാണ്. ശരി ബ അല്ലേ, ഫത്ത് വന്നാൽ മാലയാണ്. എർഹമു മുലാരിയാണ്. സുഖല്ലേ? 2018 ക്വസ്റ്റ്യൻ പേപ്പർ. മുലാരി ഉ ഫത്തഹ. ഫത്തഹൻ്റെ മുലാരി എന്താണ് എഴുതാൻ? ഉസ്താദ് പറഞ്ഞു മുലാരി ഉണ്ടാക്കുക ഒന്നുമില്ല, ഫസ്റ്റ് ഒരു യാ ചേർത്തി കൊടുത്താൽ മതി അല്ലേ. ഉസ്താദ് ഇവിടെ ഫത്തഹ എന്ന് എഴുതാം. ഫത്ത അല്ലേ, ഫസ്റ്റ് ഒരു യാ ചേർത്തി കൊടുക്കുക. യാ യഫ്തഹു യഫ്തഹു അല്ലേ. മുലാരി ഫത്തഹ. ഫത്തഹൻ്റെ മുലാരി എന്താണ്? യഫ്തഹു. 2022 ക്വസ്റ്റ്യൻ പേപ്പർ. അതാ 2022 അതേപോലെ തന്നെ മാലി മുലാരി വേർതിരിക്കാനാണ്. മാല എന്താ? ഹറജ മാലയാണോ മുലാരിയാണോ? ഹറജ മാലയാണ്. യതുലു മുലാരിയാണ്. ഖറഅ മാലയാണ്. യഅബുദു മുലാരിയാണ്. നിങ്ങൾക്കുള്ള കേട്ടോ ജലസ മാല മുലാരിയാണ്. കമന്റ്. വെരി ഗുഡ്, മാലയാണ്. ജലസ ഫസ്റ്റ് പത്തല്ലേ. യഖൂലു ലൊമ്മാകുമ്പോൾ മുലാരിയാണ്. കതബ അല്ലേ, ലാസ്റ്റ് പത്താകുമ്പോൾ മാലയാണ്. തദ്ഹബു ലൊമ്മാകുമ്പോൾ മുലാരിയാണ്. ഓക്കെ. മുസ്തഖ്ബിലു ജലസ. ജലസന്റെ മുസ്തഖ്ബിൽ എന്താണ് ഇതാണ്? മുസ്തഖ്ബിലും ഹാലും മുലാരിക്കും ഒന്നല്ലേ. മുസ്തഖ്ബിൽ വന്നാലും ഹാല് വന്നാലും മുലാരി വന്നാലും ഒക്കെ ഒന്നാട്ടോ. ജലസന്റെ മുസ്തഖ്ബിൽ എന്താ? യജ്ലിസ് ബിൽ മുനാസബ യോജിച്ചത് കൊണ്ട് ചേർക്കുക. 2025 അഥവാ ഈ കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ. ഹഫർ ബിർ സംസം കുഴിച്ചു. ആരാ കുഴിച്ചു എന്നാ? നെദുറുസാണോ, അഫ്സലാണോ, റജ, സിഫത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ? സുഖാണ് അല്ലേ, ജിബ്രീൽ അലൈഹിസ്സലാം. അൽ ഫീലു മാലി. അതാ ഫീലു മാലി എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നിക്കുക കാണാതെ. എൻ്റെ മാർക്ക് നോക്ക് നിങ്ങളെ, 5 മാർക്ക്. അത് പഠിച്ചാത്ത കുട്ടികൾക്ക് ഓഫീസ് പോയില്ലേ. ഇപ്പോൾ പഠിക്കണം. ഉസ്താദ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണേ. എന്താ ഫീലു മാലി? നമ്മൾ പഠിച്ചു. ഇതെവിടെ ഉണ്ട്? എവിടെ ഇതാ ഫീലു മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാ കലിമത്തോൻ തദുല്ലു അലാ ഹുദൂസ് ഫീലിൻ ഫീ സമാനിൽ മാലി. കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കാണ് ഫീലു മാലി എന്ന് പറയാം അല്ലേ. കലിമത്തോൻ തദുല്ലു അലാ ഹുദൂസ് ഫീലിൻ ഫീ സമാനിൽ മാലി, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കാണ് മാലി എന്ന് പറയാം. ഏറ്റവും നല്ലത് അറബി തന്നെയാണ്. കലിമത്തോൻ തദുല്ലു അലാ ഹുദൂസ് ഫീലിൻ ഫീ സമാനിൽ മാലി. മാലി മുലാരി വേർതിരിക്കുക. മാലയാണെങ്കിൽ മാലിന്ന് എഴുതി വെക്കുക, മുലാരാണെങ്കിൽ മുലാരിന്ന് എഴുതി വെക്കുക. ഹഫറ മാലയാണ് മുലാരിയാണ് പറ.
അഫറ മാലിയാണോ മുലാരിയാണോ? അവസാനം ഫത്താണ് കേട്ടോ, അവസാനം ഫത്താണ്. അപ്പം മാലി. യക്തുബു ആണ് അവസാനം ഒമ്മുമാണ്, പിന്നെ യാവും ഉണ്ട്. ഇപ്പം മുലാരി അല്ലേ. യക്സിബോ എന്താ നിങ്ങൾ പറ? അതന്നെ മുലാരി, അവസാനം ലൊമ്മാണ് അല്ലേ. ജലസ അവസാനം ഫത്താണ്, ഇപ്പം മാലി. യഖീല അവസാനം ഫത്താണ്, മാലി അല്ലേ. തഅല്ലമ ഫത്താണ്, തഅല്ലമ യതഅല്ലമു എന്നാണ് പറയാം, മാലി അല്ലേ. 4 എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്ക് നിങ്ങൾ. അപ്പോൾ മാലിയാണ് മുലാരിയാണ് വേർതിരിച്ചറിയാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന് അവസാനം ഫത്താവുക, ഇനി അങ്ങനെ ഇനി ചിലപ്പോൾ ലൊമ്മ ഒരിക്കലും ആവില്ല മാലി. ഫാല ഫല ഫാലു ഫാൽത്ത ഫാൽത്തുമാ ഫാൽത്ത അതുപോലെ വരുള്ളൂ. ഇൻഷാ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ കുറച്ചും കൂടി പാഠങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ പാഠങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സുഖമാണ് മാലി മുലാരി. ഇപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് മെയിനായിട്ട് വന്നിട്ടുള്ള എന്താ പൊതുപരീക്ഷകൾക്ക് എന്താ മനസ്സിലായത്? മാലി മുലാരി വേർതിരിച്ചാണ്. വളരെ സുഖമല്ലേ? അത് വേർതിരിച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടണം നോക്കി നിങ്ങൾ. എത്ര നോക്കി നിങ്ങൾ, 10ഉം 12ഉം മാർക്കൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറാക്കുക. മാലി എന്താ മുലാരി എന്താണ് പഠിക്കുക. മാലി എന്തായിരുന്നു? കഴിഞ്ഞു പോയ കാലം. മുലാരി എന്തായിരുന്നു? ഈ കാലവും വരാനിരിക്കുന്ന കാലം. ജലസൻ്റെ മുലാരി എന്താ ആക്കുക? എങ്ങനെ ആക്കുക? ഫസ്റ്റ് യാ കൊടുക്കുക, പേജിൽ സൂന്നാവും അല്ലേ. മാലി ആണെങ്കിൽ എന്തായാലും അവസാനം ഫത്തായിരിക്കും, മുലാരിൻ്റെ അവസാനം ആയിരിക്കും. ജസാക്കല്ലാഹ്. ഇതാ ഇവിടെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, അർത്ഥം എഴുതാണ്ട്. ജലസൻ്റെ അർത്ഥം എഴുതാൻ. ജലസൻ്റെ അർത്ഥം എന്താ? ഇരുന്നു അല്ലേ. വളരെ സുഖമാണ് അല്ലേ. ഹഫറിൻ്റെ അർത്ഥം എന്താ? ഹഫറിൻ്റെ അർത്ഥം ഹഫറ ജിബ്രീൽ വേറെ സംസം. പറ ഹഫറിൻ്റെ അർത്ഥം എന്താ? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്യണം നോക്കട്ടെ. എന്നാൽ ശരി കേട്ടോ. ജസാക്കല്ലാഹു ഖൈറൻ ദായിമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.